ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഒരു സൺഡേ ആണ്. അപ്പം സൺഡേയിലേക്ക് വേണ്ടിയുള്ള ഒരു ഫാമിലി ലഞ്ച് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിവസത്തെ എൻ്റെ കുക്കിംഗ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം ഇത് ഞാൻ ചെയ്യുന്നത് സാറ്റർഡേ കുറച്ച് പ്രപ്പ് വർക്കൊക്കെ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പം ഇന്നുണ്ടാക്കാൻ നാളെ പ്ലാൻ ചെയ്യുന്നത് ചിക്കൻ സിലാൻഡ്രോ ചിക്കൻ ആണ്. പിന്നെ അതിൻ്റെ കൂടെ സ്റ്റേക്ക്, പിന്നെ അതിൻ്റെ സൈഡ്സ്. അപ്പം സിലാൻഡ്രോ ചിക്കന് വേണ്ടിയുള്ള മിക്സ് എല്ലാം ഞാൻ ഉണ്ടാക്കി അത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. സ്റ്റേക്കെല്ലാം ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് അതിനും മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. കാരണം ഇത് ഫ്രിഡ്ജിൽ ഇതൊന്ന് മാരിനേറ്റ് ചെയ്താലാണ് നാളത്തേന് അത് ഇച്ചിരി ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. അപ്പം ഏകദേശം ഒരു 12 hours നന്നായിട്ട് അതെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. ഇപ്പം ഇത് സൺഡേ രാവിലെ. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് മാഷ് പൊട്ടേറ്റോ ആണ്. അതിന് വേണ്ടിയിട്ട് പൊട്ടേറ്റോ വേവാൻ വെച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ലെമൺ റൈസാണ് ഉണ്ടാക്കുന്നത്. ഒരു ഇന്ത്യൻ ടച്ച്, ഒരു ഇൻഡോ അമേരിക്കൻ ലഞ്ചാണ്. അപ്പം ലെമൺ റൈസിന് ഞാൻ തലേദിവസമേ റൈസ് കുക്ക് ചെയ്ത് കൂൾ ചെയ്ത് വെച്ചിരുന്നു, അതാണ് നല്ലത്. പിന്നെ അതിൻ്റെ മിക്സ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒത്തിരി ഹീറ്റാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ലെമൺ റൈസ് റെഡിയായി. അപ്പോഴത്തേനും നമ്മളുടെ പൊട്ടേറ്റോയും കുക്കായി വന്നു. ഇനി അത് തൊലി പൊളിക്കാനായിട്ടൊന്ന് ആറാനായിട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ഉണ്ടാക്കി ഗ്രീൻ ബീൻസാണ്. നമ്മളുടെ സാധാരണ ബീൻസ് നമ്മൾ മെഴുക്കുവരട്ടിക്ക് പകരം ഇവിടെ അമേരിക്കൻ വെയിൽ നമ്മൾ ജസ്റ്റ് മസാലയൊന്നും അധികം ഇടാതെ ഉള്ള ഒരു കുക്കിങ്ങാണ്. അപ്പം അത് ബീൻസ് വേകാൻ കുറച്ച് താമസം എടുക്കുമല്ലോ. അപ്പോൾ ആ സൈഡിൽ കൂടെ ഞാൻ കോൺ കാസറോളാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ മിക്സ് വളരെ പെട്ടെന്ന് തന്നെ, ചിലതൊക്കെ റെഡി മിക്സാണ്. അപ്പോൾ അതുകൊണ്ട് അതും പെട്ടെന്ന് ആക്കി ഞാൻ അവനിലേക്ക് വെച്ചു. ഇനി മാഷ് പൊട്ടേറ്റോ എല്ലാം മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബട്ടറിനകത്ത് ഗാർലിക്കൊക്കെ ഇട്ട് ഞാനതും റെഡിയാക്കി. അപ്പോഴത്തേനും നമ്മുടെ ഗ്രീൻ ബീൻസും കുക്കായി വന്നിട്ടുണ്ട്. മാഷ് പൊട്ടേറ്റോ ഒപ്പം റെഡിയാണ്. അതുപോലെ ആ സമയം കൊണ്ട് കോൺ കാസറോളും റെഡിയായി. ഇനിയും ഇതിപ്പോൾ സൺഡേ ആണ്. ഞങ്ങൾ ചർച്ചിലെല്ലാം പോയി വന്നതിന് ശേഷം നമ്മളുടെ ഒരു ഫ്ലാറ്റ് ഗ്രില്ലുണ്ട്, അതിലാണ് നമ്മളുടെ ചിക്കൻ കുക്ക് ചെയ്യുന്നത്. ഒട്ടും ഒരു മസാലയും ഒന്നും ഇടാതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ചിക്കനെല്ലാം വെന്ത് റെഡിയായി വന്നു. ഒത്തിരി കരിഞ്ഞു പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല, കാരണം അത് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അപ്പം അതൊരു മീഡിയം ഹീറ്റിലിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ സ്റ്റേക്കിൻ്റെ ബൈറ്റ്സും നമ്മൾ ഗ്രില്ല് ചെയ്തു. ഇതിനും അധികം കുക്കിംഗ് വേണ്ട, ഒത്തിരി ചൂയിയായി ഇപ്പം റബ്ബർ മാതിരി ഇരിക്കും. അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കി ഫുഡെല്ലാം നമ്മൾ ഹീറ്റ് ചെയ്ത് ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പം ഒരു ഇന്ത്യൻ അമേരിക്കൻ ഒരു രീതിയിലുള്ള ഒരു ഫുഡായിരുന്നു. ഒത്തിരി എരിവൊക്കെ ഇട്ടിട്ട്, പക്ഷേ എല്ലാം അമേരിക്കൻ രീതിയിലുള്ള ഫുഡുകൾ തന്നെ നമ്മളുടെ ഒരു ഇന്ത്യനൈസ്ഡ് ആക്കിയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇന്നൊരു നല്ല ദിവസമായിരുന്നു. എല്ലാവർക്കും ഒരു നല്ല സൺഡേ ആണെന്ന് വിശ്വസിക്കുന്നു. സീ യു ലേറ്റർ.